ഏകാധിപതികൾ തകർന്നു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയായാലും അത് ലോക ചരിത്രമാണ്. ഏകാധിപതികൾക്ക് പിടിച്ചു നീക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ തകർന്നടിഞ്ഞ കാഴ്ചയാണ് കണ്ടിട്ടുള്ളതെന്നേ പറഞ്ഞുള്ളൂ. അത് NSS ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെ ഇത് കലിയുഗമാണെന്ന് പറഞ്ഞത് കലിയുഗമാണല്ലോ. കലിയുഗത്തിൽ സത്യത്തിന് മൂല്യമില്ല, സ്നേഹമില്ല, നന്ദിയില്ല. ഇതൊക്കെ കലിയുഗത്തിൻ്റെ പ്രത്യേകതകളാണെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭാഗവതത്തിൻ്റെ അവസാനം കലിയുഗ വർണ്ണനയിൽ പറയുന്നുണ്ട്. അല്ല, കൂടെ നിന്ന് അദ്ദേഹത്തിൻ്റെ തണലായി നടന്ന് അദ്ദേഹത്തിൻ്റെ ആനുകൂല്യങ്ങളെല്ലാം പറ്റിയ ചില ആളുകൾ ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. എൻ്റെയും പറ്റിയിട്ടുണ്ടേ. ഈ പലരും എനിക്കേറെ പ്രസംഗിക്കാൻ നടക്കുന്ന പല ആളുകളും പത്തനാപുരത്തും വാളകത്തും ഒക്കെ വന്ന് എൻ്റെ കാലിത്തൊട്ട് കൊടുത്തിട്ട് പോയിട്ടുള്ളവരാണ്. ഞാൻ തിരഞ്ഞെടുത്ത് വിട്ടവരും ഞാൻ NSSൻ്റെ പ്രതിനിധിസഭയിലേക്ക് പറഞ്ഞു വിട്ടവരും ഒക്കെ ആളുകളാണ് കാലും കയറ്റിയിരിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ നമ്മളെല്ലാത്തിനും സത്യം അവസാനം ഒരു വിജയമുണ്ട്. ഒരു സിനിമ കണ്ടാൽ പോലും അതിനകത്ത് വില്ലന്മാരൊക്കെ ആദ്യം ജയിക്കും, അവസാനം ഹീറോ ജയിക്കും. മനസ്സിലായില്ലേ? അവരെ ശ്രമത്തിൻ്റെ ഭാഗമായി നിങ്ങളെല്ലാവരും വന്ന് ലോകശ്രദ്ധയിലേക്ക് ഈ പരിപാടി, ചെറിയൊരു കരയോഗത്തിൻ്റെ ഒരു ചെറിയ പരിപാടിയെ ലോകശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളെല്ലാം വരാനും അവസരം ഉണ്ടാക്കി തന്ന ഈ അല്പന്മാരോട് നന്ദി. അതല്ലേ അത് ന്യായമായ കാര്യമെന്ന് വെച്ചാൽ ഈ ജനറൽ സെക്രട്ടറി ഈ അടുത്ത സമയത്ത് TV പറയുന്നത് കേട്ടു. മന്നത്തിൻ്റെ ആചാര്യൻ സമാധി കൊള്ളുന്ന സ്ഥലം ഒരു ക്ഷേത്ര തുല്യമാണ്. അവിടെ പട്ടിക്കും പൂച്ചയ്ക്കും വേണ്ട, പട്ടിയും പൂച്ചയൊന്നും പ്രവേശിക്കേണ്ട. ഒരു സാധാരണ നായർക്ക്, നമ്മുടെ ഈ കുന്നിക്കോടുള്ള ഒരു സാധാരണ നായർ കരയോഗത്തിലെ അംഗത്തിന് പോയാൽ അദ്ദേഹത്തെ ദർശിക്കാനും പുഷ്പാർച്ചന നടത്താനും പ്രാർത്ഥിക്കാനും അവസരം കൊടുക്കുന്ന സമയം പ്രോട്ടോക്കോൾ ഉണ്ടെന്നാണ് പറഞ്ഞു. ആ പ്രോട്ടോക്കോൾ ഒന്ന് പ്രസിദ്ധീകരിക്കണമെന്നേ പറഞ്ഞു. വേറെ കുഴപ്പമില്ല. പ്രോട്ടോക്കോൾ പ്രസിദ്ധീകരിച്ചാൽ ഇപ്പം ഇവിടുത്തെ ദേവാലയം തൊട്ടപ്പുറത്ത് ശിവക്ഷേത്രമുണ്ട്, ഇവിടെയും ശിവക്ഷേത്രമുണ്ട്. ഈ 2 ക്ഷേത്രങ്ങളിലും നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ രാവിലെ 5 മണി 4 മണിയോടെ നട തുറക്കും, 11:30 മണിക്ക് അടയ്ക്കും, ഉച്ചയ്ക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെ ഈ ക്ഷേത്രത്തിലും ഒരു സമയക്രമം ഏർപ്പെടുത്തിയാൽ എല്ലാ സാധാരണക്കാരനും വന്ന് ബഹുമാനത്തോടെ ചെരുപ്പെല്ലാം അഴിച്ചിട്ട് കുളിച്ച് വൃത്തിയായി വന്ന് ഒരു ക്ഷേത്രത്തിൻ്റെ പുണ്യത്തോടുകൂടി അദ്ദേഹത്തെ വന്ദിക്കാൻ അവസരം കൊടുക്കണ്ടേ? അതല്ലേ അദ്ദേഹം ഉദ്ദേശിച്ചത്. വൈസ് പ്രസിഡന്റ് വരുമ്പോൾ പട്ടി വരും, പൂച്ച. വൈസ് പ്രസിഡന്റ് വരുന്നില്ലെന്നേ, ഇവിടെ ഉള്ളൊരു സാധാരണ നായർക്കൊന്ന് പോകണം. അപ്പോൾ ഗുരുദേവൻ്റെ ഗുരുദേവ സമാധിയിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും പോയി പ്രാർത്ഥിക്കാം. അത് വിശ്വാസമാണ്. അതുപോലെ തന്നെ മന്നത്തെ ആചാര്യൻ ദൈവതുല്യമായി കാണുന്ന അനേക കോടി ആളുകൾ, നായന്മാരും അല്ലാത്തവരും ഇന്ന് ഉണ്ട്. മന്നത്തെ ആചാര്യൻ നായരുടെ നേതാവെന്ന് പറയാൻ പറ്റത്തില്ല. അദ്ദേഹത്തെ ആരാധിക്കുന്ന, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെയും അദ്ദേഹത്തിൻ്റെ വാക്കുകളെയും ബഹുമാനിക്കുന്ന ഒരുപടി ആളുകളുണ്ട്. അവർക്ക് വരാനും സന്ദർശിക്കാനും. ഇപ്പം ഇന്ന ജാതിക്കാരെ കയറാമെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. കാരണം സിറിയക് തോമസാണ് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹമാണ് NSS താലൂക്ക് മന്നം ജയന്തി ഉദ്ഘാടനം ചെയ്യാം. അദ്ദേഹം ഹിന്ദു അല്ലല്ലോ, അദ്ദേഹം അവിടെ ചെന്ന് പുഷ്പാർച്ചന നടത്തിയല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ജാതി പറഞ്ഞിട്ട് പറയാൻ പറ്റത്തില്ല. ആ ക്ഷേത്രങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക് ക്ഷേത്രങ്ങളുടെ ആചാരം അനുസരിച്ച് എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ഹിന്ദുക്കളെയും പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞാൽ മന്നത്ത് ആചാര്യൻ്റെ സമാധി മന്ദിരത്തിലേക്ക്, ആ ക്ഷേത്രത്തിലേക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ ആദരിക്കുന്ന, അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന എല്ലാവർക്കും കടന്നു വരാനും അവിടെ വന്ദിക്കാനും അവസരം കൊടുക്കണം. അവിടെ ചെരുപ്പിട്ട് കയറാതിരിക്കാനും നായ്ക്കൾ കയറാതിരിക്കാനും ഒക്കെ ശ്രദ്ധിക്കുന്ന നല്ലതാണ്. അത് നല്ല, അതൊക്കെ വേണം. ഇല്ല, അതൊന്നും ഞാൻ പറയത്തില്ല. അതൊക്കെ സുരേഷ് ഗോപി എന്തോ പ്ലാൻ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ സുരേഷ് ഗോപി പറഞ്ഞതിനൊരു മറുപടി പറയേണ്ട കാര്യമില്ല. NSSൽ കുറച്ചുകൂടി ഒരു സ്നേഹവും മര്യാദയൊക്കെ ആകാം. ഏകാധിപത്യ പ്രവണത വേണ്ട, ഒരു വിരട്ടൊന്നും വേണ്ട. ഈ സുരേഷ് ഗോപിയൊന്നും വിരട്ടേണ്ട കാര്യമില്ല. സുരേഷ് ഗോപി ഒരു ഇന്ത്യയിലെ ഒരു മന്ത്രിയാണ്. അദ്ദേഹത്തിന് അങ്ങനെ, നമ്മളിപ്പം എൻ്റെ സുഹൃത്താണ് സുരേഷ് ഗോപി, പക്ഷേ അങ്ങനെ ഒരു മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തെ മന്ത്രിയായി കാണണം. വൈസ് പ്രസിഡന്റിനോടൊപ്പം ഞാൻ പത്തനാപുരത്ത് വേദി പങ്കിട്ട ആളാണ്. എന്നെ സംബന്ധിച്ച് ഒരു അഭിമാനകരമായ മുഹൂർത്തമായിരുന്നു. കാരണം ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റുമായിട്ട് അടുത്ത കസേരയിൽ ഇരിക്കാൻ എന്നെ പോലെ സാധാരണക്കാരന് ഭാഗ്യം കിട്ടിയല്ലോ എന്ന് വിശ്വസിച്ച ആളാണ് ഞാൻ. അതൊക്കെ ഒരു ഭാഗ്യമാണ്. ഇല്ല, അങ്ങനെയില്ല. ഇന്ത്യയിലെ, അതായത് NSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഭരണഘടന അനുസരിച്ച്, ഭരണഘടന ആരെയും കാണിക്കാറില്ല, കോടതി പോലും കൊടുക്കുന്നില്ല, വിളിച്ചു വെച്ചേക്കുവാന്നാണ് പറയുന്നത്. ഞാൻ അന്വേഷിച്ചിട്ടും കിട്ടിയില്ല. അപ്പം ഭരണഘടനയിൽ പറയുന്നത് കേരളത്തിന് പുറത്തേക്ക് ഇതിനൊരു ജൂറിസ്ഡിക്ഷൻ ഇല്ല. കാരണം കേരളത്തിനകത്ത് രജിസ്റ്റർ ചെയ്യുന്ന, കേരളത്തിനകത്ത് പ്രവർത്തിക്കുന്ന കേരളത്തിന് പുറത്തേക്ക് NSSന് കരയോഗങ്ങളില്ല. പക്ഷേ എങ്കിലും നായർ സമുദായ അംഗങ്ങളുള്ള സ്ഥലങ്ങളെല്ലാം അവർ കരയോഗങ്ങൾ രൂപീകരിക്കുകയും വർഷങ്ങളായി നല്ല പ്രവർത്തനങ്ങൾ, വളരെ നല്ല പ്രവർത്തനങ്ങൾ ഇന്ത്യക്കകത്തും പുറത്തും അമേരിക്കയിൽ പോലും നടത്തുന്നുണ്ട്. പല രാജ്യങ്ങളിലും നടത്തുന്നുണ്ട്. പല രാജ്യങ്ങളിലും അവർ ഇന്ത്യക്കകത്തും ഡൽഹിയിലും ബാംഗ്ലൂരിലും പൂനെയിലും എല്ലാം അവർ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. അത് അവരെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. അവർക്ക് ആ സമുദായക്കാർക്ക് ഒന്നിക്കാൻ, എല്ലാ സമുദായത്തിനും ഇതുപോലെ സംഘടനകളുണ്ട്. SNDPയുടെ ഉണ്ട്. പക്ഷേ SNDPക്ക് കേരളത്തിന് പുറത്ത് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ SNDP എന്ന് പേരിട്ട് തന്നെ
അവരത് NSS കരയോഗ എന്ന് പറഞ്ഞുള്ള പേരിൽ തന്നെ അവരവിടെ പ്രവർത്തിക്കും. അത് ഈ രജിസ്ട്രേഷനുമായിട്ടൊരു ബന്ധമില്ല. അവർ വോട്ടവകാശമൊന്നും വരുന്നില്ലല്ലോ. പക്ഷെ അവർ അംഗീകരിക്കണം എന്നുള്ളതേ ഉള്ളൂ. അത് അംഗീകരിക്കണ്ടേ? കാരണം അവർ എന്തെല്ലാം നല്ല പ്രവൃത്തികൾ ചെയ്യുന്നു, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഈ കേരളത്തിന് പുറത്ത് പ്രവർത്തിക്കുന്ന നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ നായർ സംഘടന എന്ന പേര് പ്രവർത്തിക്കുന്ന, അത് SNDP-യിലുണ്ട്, എല്ലാ സംഘടനയ്ക്കും ഉണ്ട്. അങ്ങനെ അവരൊക്കെ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അവർ പ്രവാസികളാണ്, അവർക്ക് ഇവിടെ നിന്ന് എവിടെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അത് എനിക്ക് 3 കൊല്ലം അല്ലേ ആയുള്ളൂ ഞാൻ ഡയറക്ടർ പോലും. ഞാൻ അതിന് മുമ്പ് വെളിയിലല്ലായിരുന്നു, വീട്ടിൽ ഇരിക്കുമായിരുന്നു. ഇപ്പോഴും വീട്ടിലൊന്നും ഇരിക്കുന്നില്ല. ഇന്ന് രാവിലെ വെളിയിലല്ലയോ, ഞാൻ ഫുൾ ടൈം വെളിയിൽ തന്നെ. എന്നെ കൈ കിട്ടുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ പിന്നെ ഇപ്പോൾ തൽക്കാലം ഒരു വിമർശനങ്ങളൊന്നും വേണ്ടാന്ന് വെച്ചു, പഠിച്ചിട്ട് വേണ്ടേ പറയാൻ. ചുമ്മാ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് വിമർശിക്കുന്നത് ശരിയല്ല, അന്തസ്സല്ല. അപ്പോൾ ഭരണത്തെ പോലും ഒന്നും പറഞ്ഞ് വിമർശിക്കാനുള്ള സമയമായിട്ടില്ല, വരട്ടെ. ഞാൻ അവിടെ നിന്ന് ഒരു TA-യോ ഒരു സിറ്റിംഗ് ഫീസോ ഒന്നും വാങ്ങിയ ആളല്ല. എൻ്റെ അച്ഛനും വാങ്ങിച്ചിട്ടില്ല, ഞാനും വാങ്ങിച്ചിട്ടില്ല. എന്നോട് വന്നിരിക്കാൻ പറഞ്ഞു ഇരുന്നു. നീതിയും നീതികേടും ഒക്കെ തീരുമാനിക്കുന്നത് സമൂഹമാണ്. മര്യാദയുള്ളവർ നീതി പുലർത്തും. ഞാൻ നീതി പുലർത്തിയാൽ എന്നെ ആളുകൾ, സമൂഹം എന്നെ സ്നേഹിക്കും, ബഹുമാനിക്കും. അവൻ നീതിമാനാണ് എന്ന് പറയും. ഒരാൾ നീതിമാനാവണമെന്നാണ് ബൈബിൾ പറയുന്നത്. നീതിമാനോടൊപ്പം ദൈവം എന്നാണ് പറയുന്നത്. അപ്പം ദൈവം എപ്പോഴും ഏത് മതവിശ്വാസത്തിലും നീതിമാനോടൊപ്പമാണ് ദൈവം. ഞാൻ നീതിമാനായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളൂ. ഇവിടെ പ്രസംഗിച്ചപ്പോൾ കഴിഞ്ഞ മെമ്പർ പറഞ്ഞു, അദ്ദേഹം LDF-ലും ഞാൻ UDF-ലും നിൽക്കുന്ന സമയത്ത് കുടിവെള്ളം കിട്ടാതെ വിഷമിച്ചപ്പോൾ അദ്ദേഹം എന്നെ വന്ന് കണ്ടു. ആ നിമിഷം 15 ലക്ഷം രൂപ കൊടുത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം എനിക്ക് എതിർകക്ഷിയിൽ നിൽക്കുമ്പോഴാണ്. അപ്പം അത് നീതിമാൻ്റെ ലക്ഷണം. അതൊക്കെ താനേ വന്നോളും. ഞാൻ പറഞ്ഞ ഏകാധിപതികൾ തകരുകയും വീണ്ടും പല ഏകാധിപത്യ രാജ്യങ്ങളിലും അതെല്ലാം തകർന്ന ജനാധിപത്യവും കാര്യങ്ങളും വന്ന ചരിത്രം ലോകത്തുണ്ട്. ചരിത്രം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ആ ചരിത്രം എല്ലാവർക്കും ബാധകമാണ്. അത് സുരേഷ് ഗോപി പറഞ്ഞതുപോലെ അവിടുത്തെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. എവിടെയും അത്തരം തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തപ്പെടും. അത് പ്രകൃതി നിയമമാണ്, അത് ദൈവത്തിൻ്റെ നിയമമാണ്, അത് നടക്കും. അത് ഈ സോഡാ കുപ്പിയിൽ ഗോലി ഇട്ടാലേ പിന്നെ കുപ്പി പൊട്ടിച്ചാലേ എടുക്കാൻ പറ്റുമെന്ന് പണ്ട് പറയത്തില്ല, അതുപോലെ ആയിരിക്കും. എനിക്കറിഞ്ഞില്ല. ഇല്ല, അങ്ങനെയൊന്നും ആക്ഷേപിക്കുന്നില്ല. ഞാൻ സതീശനുമായിട്ട് എനിക്ക് ഒരുപാട് വർഷത്തെ പരിചയമുണ്ട്. ഞാൻ നേരത്തെയും പറഞ്ഞതാണ്, സതീശൻ അങ്ങനെ ഒരിക്കലും NSS-നെ അധിക്ഷേപിച്ചതായിട്ടോ NSS മോശമായിട്ട് പറഞ്ഞിട്ടോ ഞാൻ കേട്ടിട്ടില്ല. കാരണം എൻ്റെ ഒരു പേഴ്സണൽ സുഹൃത്തായതുകൊണ്ട് ഞങ്ങൾ പണ്ടും ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതാണ് പേഴ്സണലി. അങ്ങനെ ഒരിക്കൽ പോലും അങ്ങനൊന്നും ഒരു സമുദായത്തെയും കളിയാക്കിയൊന്നും സംസാരിച്ചായിട്ട് എനിക്കറിയില്ല. പൊതിച്ചോറ് തടയുമെന്ന് ഇപ്പോൾ മുരളീധരൻ പറഞ്ഞിരിക്കുന്നു, ആരോഗ്യവകുപ്പ് മന്ത്രി. ഒപ്പം തന്നെ നേരെ സുധാകരനും ഇത് പറഞ്ഞിരുന്നു. ഇപ്പോൾ പിന്നാലെയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നത് ആശുപത്രിയിൽ കൊടുക്കുന്ന പൊതിച്ചോറ് തടയുന്നു. പാവങ്ങളെ പട്ടിണിയിലാക്കി തുടങ്ങിയല്ലേ ഉള്ളൂ. ആശുപത്രി കിടക്കുന്ന പാവങ്ങൾ ആര് പൊതിച്ചോറ് കൊടുത്താലും ഏത് പാർട്ടി കൊടുത്താലും അവരെ സംബന്ധിച്ചൊരു ആശ്വാസമായിരുന്നു. അത് തടയുന്നതുകൊണ്ട് കുഴപ്പമില്ല. പൊതിച്ചോറ് പകരം പുള്ളി കൊടുത്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പൊതിച്ചോറ് പുള്ളി കൊടുക്കാൻ പറയും, പുള്ളി കൊടുക്കണം. കാരണം ഇവർ വർഷങ്ങളായി, ഇന്നല്ല, കൊറോണ വരുന്നതിന് മുമ്പ് തന്നെ DYFI പ്രവർത്തകർ എല്ലാ താലൂക്ക് ആശുപത്രികളിലും അവർ എല്ലാ ദിവസവും കൃത്യമായി പൊതിച്ചോറെത്തിക്കുകയും അത് ആശ്രയിച്ച് ഒരുപാട് പാവങ്ങൾ, ഈ രോഗിയായിട്ട് വരുന്ന ആളിന് പലപ്പോഴും സാധാരണക്കാരാണ്, അവർക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല, അവിടെ അഡ്മിറ്റഡാണ്. അവരെ ബൈസ്റ്റാൻഡർക്കും ജോലിക്ക് പോകാൻ ഒക്കത്തില്ല. അപ്പോൾ അവരും അഡ്മിറ്റഡ് അവിടെ. അപ്പോൾ ആ ആശുപത്രി കോമ്പൗണ്ടിൽ നിന്ന് 2 പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണം കിട്ടുമെങ്കിൽ അത് ഇല്ലാതാക്കുമെന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ ഒരാൾക്ക് മനോഹരമായ ഭൂഷണമാണോ അദ്ദേഹത്തിൻ്റെ മിടുക്കാണോ എന്നുള്ള കാര്യം ജനങ്ങൾ തീരുമാനിക്കും. ഞാനെന്താ പറയാൻ പറയാം. കാരണം പാവങ്ങൾക്ക് കിട്ടിയെന്നൊരു ആനുകൂല്യം അത് നിർത്താൻ പാടില്ല എന്നുള്ളതാണ്. അത് നിർത്തേണ്ടത്. അത് ബോർഡ് വെച്ചാലും ഇല്ലെങ്കിൽ DYFI കൊടുക്കും. DYFI കൊടുക്കുന്നത് ബോർഡ് വയ്ക്കാൻ വേണ്ടിയല്ല. DYFI ബോർഡ് വെച്ചാൽ വിരോധത്തോട് വിളിക്കും, ബോർഡ് വയ്ക്കാതെയും DYFI അത് കൊടുക്കും. കാരണം അത് ഒരു നിസ്സാര കാര്യമായി നമ്മളതിനെ കാണരുത്. യൂത്ത് കോൺഗ്രസിന് ഒരിക്കലും കഴിയാത്തൊരു കാര്യമാണ് DYFI ചെയ്തത്. അവർക്കും ആകാമല്ലോ, അവർക്കും ചെറുപ്പക്കാരല്ലേ, അവരും കൂട്ടായ്മയില്ലേ, അവർക്കും ഇതുപോലെ പൊതിച്ചോറ് കൊണ്ടുകൂടെ എന്തുകൊണ്ട് പോയില്ല ഇത്രയും കാലം? DYFI-കാർ മാത്രം എന്തുകൊണ്ട് പോയി? അപ്പോൾ ഒരു നല്ല കാര്യം ചെയ്യുന്നവനെ ഓടിച്ചു വിടും. ഇപ്പോൾ ചാരിറ്റബിൾ പ്രവർത്തനം നടത്തുന്നവരെല്ലാം നാട്ടിൽ നിന്ന് ഓടിക്കും എന്നൊരു മന്ത്രി പറഞ്ഞാൽ അത് ശരിയാണ്. ഇതൊരു ചാരിറ്റബിൾ പ്രവർത്തനമാണ്. അല്ലാതെ ഈ ചോറുണ്ടവരെല്ലാം CPM വോട്ട് ചെയ്തോ? അതൊന്നുമില്ല. അതൊരു മൂഢവിശ്വാസമാണ് അങ്ങനെ. കാരണം അതൊരു നല്ല കാര്യം ചെയ്യുന്നു. DYFI പ്രവർത്തകർ അനേക വർഷങ്ങളായി ഒരു നല്ല കാര്യം ചെയ്യുന്നു. അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് പകരം അത് നിർത്തലാക്കും, അത് അടിച്ചമർത്തും. അതല്ലല്ലോ ഇവിടുത്തെ കേരളത്തിലെ പ്രധാന വിഷയം. അതല്ല ആരോഗ്യരംഗത്തെ പ്രധാന വിഷയം ഇതാണോ? മരുന്നുമാരി കുത്തിവയ്ക്കലും സൂചി കുത്തിക്കയറ്റലും ഒടിഞ്ഞു വയ്ക്കലും അതൊക്കെ അല്ലേ? അതൊക്കെ പരിഹരിക്കും. അത് രാഷ്ട്രീയ വിരോധം. പണ്ട് ചുമന്നവനെ ഇപ്പം കാണുമ്പോൾ അറപ്പ് തോന്നും ചില ആൾക്കാർക്ക്. പണ്ടേ ചുമന്നുകൊണ്ട് നടന്നവരെ എന്നെ ഞാനാക്കിയവരോട് എനിക്ക് വെറുപ്പും അറപ്പും തോന്നാൻ പാടില്ല കേട്ടോ. അത് നിങ്ങളെ ആളിനോട് പറഞ്ഞേരെ, അയാൾക്ക് കൂടെ ചേർത്താ പറഞ്ഞു. ഒരാളെ എപ്പോഴും പോയിരുന്ന് സൽക്കരിക്കുമല്ലോ. വലിയൊരു ഔദാര്യമായിപ്പോയി. അത് വരട്ട്. ആർക്കൊക്കെ വേൾഡ് കപ്പ് കാണാൻ പറ്റുന്നുള്ളതിനും കണ്ടതിന് ശേഷം പറയാം എവിടെയൊക്കെ വൈദ്യുതി നിയന്ത്രണം ഉണ്ടായിരുന്നു, ആരൊക്കെ പന്ത് കളി കണ്ടില്ലെന്നും നാളെ നിങ്ങളൊരു സർവേ നടത്ത്, അപ്പോൾ അറിയാം. ഇല്ലെന്ന് പറഞ്ഞല്ലേ,
വരട്ടെ. ആരൊക്കെ പന്ത് കളി കണ്ടു എന്ന് അറിഞ്ഞിട്ട് ഞാൻ പറയാം. ഇപ്പോൾ പറയത്തില്ല. പന്ത് കളി മിക്കവാറും പലരും കാണുകയില്ല. ആ സമയം അവൻ മണച്ചോളും. അവൻ പറയും ലോഡ് കൂടിയപ്പോൾ കപ്പാസിറ്റി ഇല്ലായിരുന്നു, ട്രാൻസ്ഫോമറിന് ബലം കുറഞ്ഞുകൊണ്ട് പോയതാണെന്നൊക്കെ പറയും. ടെക്നോളജികളൊക്കെ നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. നാളെ വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് കാണാൻ പറ്റാത്തവരുടെ പ്രതിഷേധത്തിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പങ്കെടുക്കാം. എന്തായാലും പവർ കട്ടല്ലത്. ഞാൻ ഇന്നലെ പറഞ്ഞു, അത് പവർ കട്ടല്ല. അങ്ങനെ ഈ പവർ കട്ട് എന്ന് പറയുന്നത് 9 മുതൽ 9:30 വരെ എന്നൊക്കെ. ഇതങ്ങനെയല്ല. 9:50 മുതൽ 10:14 വരെ അങ്ങനെ ഒരു പുതിയ സാധനമാണ്. അത് പവർ കട്ടല്ല. നമ്മളത് അത് പിന്നെ അത് കഴിഞ്ഞൊരു 11:30 മണിക്ക് 11:26 പോകും. പിന്നെ ഒരു 12:15 12 16 ആകുമ്പോൾ വരും. അപ്പോൾ അത് പവർ കട്ടല്ല. എപ്പോൾ വേണമെങ്കിലും അണയ്ക്കാം.